പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. കുറച്ച് നാളുകളായി വചനം പ്രഘോഷിക്കുവാനുള്ള കോൺഫിഡൻസ് തീരെ കുറവായിരുന്നു. കാരണം വചനം കൂടുതൽ നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ നമ്മൾ എത്രമാത്രം അയോഗ്യരാണ്, അതുപോലെ തന്നെ ഒരു വചനം പ്രഘോഷിക്കുന്നവൻ്റെ ഉത്തരവാദിത്വം എത്ര വലുതാണ് എന്നുള്ള ചിന്തകൾ എന്നെ അയോഗ്യനായി കൽപ്പിക്കുവാൻ എനിക്ക് തോന്നി. അത് ദൈവത്തിൽ നിന്നുള്ള ചിന്തകളാണോ, സത്താനിൽ നിന്നുള്ള ചിന്തകളാണോ? എൻ്റെ വചന പ്രഘോഷങ്ങളെ മുടക്കുവാനായി സാത്താൻ തോന്നിപ്പിക്കുന്ന ഒരു ഇൻഫീരിയറായിട്ടുള്ള ഒരു കോംപ്ലക്സ്, ഇതിനൊന്നും ഞാൻ യോഗ്യനല്ല, ഇതിനുള്ള ഒരു യോഗ്യത എനിക്ക് എന്തുണ്ട് എന്നൊക്കെ ചിന്തിപ്പിക്കുന്നു. പക്ഷേ കഴിഞ്ഞ ആഴ്ച ഞാൻ റാൻഡമായിട്ട് വചനമെടുത്ത് വായിച്ച് ധ്യാനിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വചനഭാഗം അതെന്നെ ഒത്തിരി ചിന്തിപ്പിക്കുന്നു. അതെന്നെ എപ്പോഴും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അതിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ജീവനുള്ള വചനം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യം മുതൽ. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവൻ പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാൻ എന്നും, മറ്റു ചിലർ ഏലിയ എന്നും, വേറെ ചിലർ ജെറേമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പം ആദ്യത്തെ ചോദ്യം, മറ്റുള്ളവർ ഞാൻ ആരെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്. നമ്മൾ ക്രിസ്തു ആരെന്നാണ് നമ്മൾ പറയുന്നത്? ആ പള്ളിയിലത്തെ അച്ഛൻ അങ്ങനെ പറഞ്ഞു, ഈ പള്ളിയിലത്തെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, അവിടെ ഇങ്ങനെ പറഞ്ഞു, ആ ധ്യാന കേന്ദ്രത്തിൽ ഇങ്ങനെ പറഞ്ഞു, വചനത്തിൽ ഇന്ന ഭാഗത്ത് ഇന്ന ചാപ്റ്ററിൽ ഇന്ന വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ ചിന്തിച്ച് ജീവിതം തീർന്നു പോകും. അതിനു മുമ്പ് കർത്താവ് നമ്മളോട് ചോദിക്കുന്നു, ഞാൻ ആരെന്നാണ് നീ പറയുന്നത്? എന്താണ് നമ്മുടെ ഉത്തരം? ആ ചോദ്യത്തിനുള്ള ഉത്തരവും കർത്താവ് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. നമുക്കൊക്കെ അസന്നിഗ്ധമായി ഈ ഒരു ബോധ്യം നമ്മിലുണ്ടോ എന്ന് ആത്മശോധന ചെയ്യുന്നത് നന്നായിരിക്കും. ഇപ്പോൾ 2 ദിവസം മുമ്പ് അന്തരിച്ച ഫാദർ പനച്ചിക്കലിന് കർത്താവ് തന്നെ വെളിപ്പെടുത്തി കൊടുത്ത ഒരു കാര്യം, അച്ഛൻ വചന പ്രഘോഷകൻ, എത്രയോ കാലമായിട്ട് വചനം പ്രഘോഷിക്കുന്ന അച്ഛൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് ഉള്ള ഒരു പ്രസംഗം കർത്താവ് കാണിച്ചു കൊടുത്തതിൻ്റെ ദൈർഘ്യം 3 മിനിറ്റ് മാത്രമായിരുന്നു എന്നാണ് അച്ഛൻ പറയുന്നത്. അതായത് ഒരു മത സൗഹാർദ്ദ ചടങ്ങിൽ
സ്പെക്റ്റേറ്ററായിട്ട് അച്ഛൻ പോയിരിക്കുകയാണ്. അപ്പോൾ ചടങ്ങൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. അവസാനം ഒരു 15 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ അവിടെ കയറി പറഞ്ഞു, ആകാശത്തിന് കീഴിൽ വേറെ ഒന്നിലും രക്ഷയില്ല, കർത്താവായ യേശുവിൽ മാത്രമാണ് രക്ഷ എന്ന് പറയുകയും അച്ഛനെ അവിടെ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു. അപ്പോൾ കർത്താവ് അച്ഛന് വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഇതാണ് ഏറ്റവും മനോഹരമായ അച്ഛൻ്റെ പ്രസംഗം എന്നാണ്. അപ്പോൾ നമ്മളൊക്കെ പലപ്പോഴും ഒരു സെക്യുലർ ഇമേജൊക്കെ നമ്മൾ ആരോട് സംസാരിക്കുന്നുവോ അവർക്ക് ചേരുന്ന രീതിയിൽ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ വളച്ചൊടിക്കുന്നു. അവിടെയാണ് കർത്താവിൻ്റെ ഈ ചോദ്യത്തിന് പ്രസക്തി. ഞാൻ ആരാണെന്നാണ് നീ പറയുന്നത്? അതിൻ്റെ ഉത്തരം നമ്മൾക്ക് തന്നെ ബോധ്യപ്പെടേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ നിന്ന് അത് വരേണ്ടിയിരിക്കുന്നു. ഞാൻ ആരെന്നാണ് നീ പറയുന്നത്? ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ എന്ന് 100% വിശ്വസിക്കുവാനുള്ള, അതനുസരിച്ച് ജീവിക്കുവാനുമുള്ള കൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. യേശു കർത്താവേ നന്ദി, യേശു കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.